വേണ്ടി നബിയെ കണ്ടു എന്ന് പറയരുത് കേട്ടോ. എന്തുകൊണ്ട്? അതിന്റെ എല്ലാം അപ്പുറമാണ് മുഹമ്മദ്. ആ കയ്യും കാലും കണ്ണും മൂക്കും അതിന്റെ വലിപ്പം പറയാൻ കഴിയില്ല. പേടിക്കണ്ട. നമ്മൾ ഇവിടെ ഇരുന്നാൽ നമ്മളെ നബി പിടിച്ചോണ്ട് പോകും. നബി പിടിച്ചോണ്ടാൽ മതിയല്ലോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കം പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ ഇവിടെ നബിക്ക് കൊടുക്കണം. മദീന എവിടെയാണ്? മദീന ഇവിടെയാണ്. മദീന ഇവിടെയാണ്. മദീന മദീനയല്ലല്ലോ. മദീന യസ്രിബല്ലേ. മദീന എങ്ങനെ മദീനയായി? ഹിജ്റയാണ് മദീനയെ മദീനയാക്കിയത്. ഹിജ്റയാണ് മദീനയെ മദീനയല്ല, അത് യസ്രിബാണ്. മദീന എന്ന് നമ്മൾ ഇന്ന് പറയുന്ന നാടിന്റെ പേര് അടിസ്ഥാനമായി മദീനയല്ല. ആ നാടിന്റെ പേര് യസ്രിബ് എന്നാണ്. ഒരു പ്രയാസം പിടിച്ച നാടാണത്. ആര് ചെന്നാലും അവിടെ പനി പിടിക്കും. അങ്ങനത്തെ നാടാണ് ഏത്? യസ്രിബ്. എന്നാ മദീനയായത്? മുഹാജിരിങ്ങൾ വന്നപ്പോ. മനസ്സിലായോ പറഞ്ഞത്? എന്നാ മദീനയായത്? ആര് വന്നു? മുഹാജിരിങ്ങൾ നോക്ക് എങ്ങനെയാ മുഹാജിരിങ്ങൾ വന്നത്. എല്ലാം പെണ്ണുങ്ങളെ ഒഴിവാക്കി, കുട്ടികളെ ഒഴിവാക്കിയവരുണ്ട്, ഭാര്യയെ ഒഴിവാക്കിയവരുണ്ട്, മുതൽ ഒഴിവാക്കിയവരാണ് എല്ലാവരും. മുതലൊന്നുമില്ല, മുതലൊക്കെ പോയി. മക്കയിൽ നിന്ന് മുതലുണ്ടായിരുന്നു, മുതൽ ഒഴിവാക്കി. മക്കയിൽ നിന്ന് പിന്നെ മക്കയിലുള്ള ഭാര്യയെ ഒഴിവാക്കി. ഭാര്യ കൂടെ പോണില്ല, ഭാര്യ ഒഴിവാക്കി. ഹൃദയം തൊട്ട പൂങ്കനിയായിരുന്നു ഭാര്യ. പക്ഷെ മദീനയിലേക്ക് മുഹാജിർ വിളിച്ചപ്പോൾ ഭാര്യ പോണില്ല. അപ്പോൾ പിന്നെ ഭാര്യയെ ഒഴിവാക്കി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പറഞ്ഞവൻ എല്ലാം ഒഴിവാക്കി. അതാണ് മുഹാജിർ. എല്ലാം വെടിഞ്ഞവൻ. ആർക്ക് വേണ്ടി വെടിഞ്ഞു? റസൂലുള്ളാഹിക്ക് വേണ്ടി. അവര് കാലുകൊണ്ടാണ് കുത്തിയപ്പോ യസ്രിബിന്റെ പേര് എന്തായി? മദീനയായി. ഇന്നും എല്ലാം കൊണ്ട് ഒഴിവാക്കിയാൽ അള്ളാഹ്ക്ക് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്, അള്ളാഹ് റസൂലിന് വേണ്ടി എന്ന് മനസ്സിൽ വിചാരിച്ചാൽ നമ്മളെ കൽബും എന്താണ്? മദീനയാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. മൂത്തോടത്തെ പള്ളിക്കാട്ടില് മദീനയെ കടന്ന് മരിച്ചവരുണ്ടാവും. അത് ഐലാശ്ശേരി പള്ളിക്കാട്ടിലുണ്ടാവും, അത് കാളികാവ് പള്ളിക്കാട്ടിലുണ്ടാവും. എവിടെ കടന്ന് മരിച്ചവര്? മദീനത്ത്. അവരുടെ കൽബ് മദീനയാണ്. അവരുടെ കൽബ് മദീനയാണ്. എല്ലാം ഒഴിവാക്കി. എല്ലാം ഒഴിവാക്കി. ചിലർ മദീനയെ ഒഴിവാക്കിയവരുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞില്ലേ, മദീനയെ ഒഴിവാക്കിയ ആൾ ആര്? പറയും, ബിലാൽ. അപ്പൊ നിങ്ങൾ കുറച്ചാളുകൾ വയറിൽ കേട്ടോന്ന് മനസ്സിലായി. എല്ലാരും വയറിൽ കേട്ടിട്ടില്ല എന്ന് മനസ്സിലായി. കുറച്ചാളുകൾ വയറിൽ കേട്ടോന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ കേൾക്കുക. ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ ഉള്ളിലായിരുന്നു. എനിക്ക് മൂപ്പര് കുറച്ച് സാധനം തിന്നാൻ തന്ന തിരക്കിലായിരുന്നു. എന്നാലും ഞാൻ ആ വയറ് കേട്ടിട്ടുണ്ട്. മനസ്സിലായി പറഞ്ഞത് അതാണ്. ചെവിട്ടോട് കേൾക്കരുത്, കൽബോട് കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. മദീനയെ ഒഴിവാക്കി. എന്നിട്ട് മദീനയെ കിടന്ന് മരിച്ച്. എവിടെ മരിച്ച്? ഡമസ്കസിൽ. ആര്? ബിലാല് റളിയല്ലാഹു അൻഹു. മരിച്ചത് മദീനയിൽ തന്നെ. എന്നാ മദീനയിലല്ല. എവിടെ ഖബർ? ഡമാസ്കസിൽ. ആരുടെ? ബിലാൽ റളിയല്ലാഹു അൻഹു. എന്തിനാ മദീന ഒഴിവാക്കി? മദീനക്ക് വേണ്ടി. പുണ്യനബിയില്ലാത്ത മദീനയിൽ ജീവിക്കാൻ കഴിയുകയില്ല. പുണ്യനബിയില്ലാതെ മദീനയിൽ ജീവിക്കാൻ കഴിയുകയില്ല. മദീന ഒഴിവാക്കി. മദീനക്ക് വേണ്ടി മദീന ഒഴിവാക്കി. മദീനയുടെ രാജകുമാരന് വേണ്ടി, വിശ്വത്തിന്റെ രാജകുമാരല്ലോ മദീനയിലെ രാജകുമാരന് വേണ്ടി മദീനയെ ഒഴിവാക്കിയ ആളാണ് ബിലാല്. ഉറക്കെ പറ. എന്നിട്ട് നാട് വിട്ടുപോയി. എവിടേക്ക് പോവന്നെ? എവിടേക്ക് അറിയില്ല. സദ്യക്ക് ചോദിച്ചു. ഇല്ല, എവിടേക്ക് ഞങ്ങൾ ബിലാലെ? പോവന്നെ. എവിടേക്ക്? പോവന്നെ. എങ്ങോട്ട്? പോവന്നെ. എങ്ങോട്ട് പോവാ? മദീനക്ക് പോവാ. മദീന കഴിയൂല. ലിഫഖദി റസൂലില്ല. റസൂൽ വഫാത്തായതുകൊണ്ട് മദീനക്കാൻ കഴിയില്ല. ആര് പറഞ്ഞു? സയ്യിദ്നാ ബിലാൽ.
ഉറക്കെ പറ സയ്യിദുനാ ബിലാൽ. സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ. അല്ലേ